എല്ലാവർക്കും പ്രേമാസ് ഫുഡ് മെസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്. എണ്ണയിൽ മുക്കി പൊരിക്കാതെയും ആവിയിൽ കുക്ക് ചെയ്യാതെയും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചായിട്ട് പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഇതിൽ മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലിനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം, റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഒരു കടായി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന കടായിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് അതൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാള ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്തെടുത്ത ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്തെടുത്തിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിതിപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഫ്ലേവർ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ മസാലകളൊക്കെ കറക്റ്റായിരുന്നു. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. നമ്മളിപ്പോൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡോ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വലിയ പീസാക്കിയിട്ട് ബോൾസാക്കി എടുത്തതിന് ശേഷം പലകയിൽ വെച്ചിട്ട് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. അധികം കട്ടിയിലുമല്ല അധികം നേർങ്ങനെയും അല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ഞാനിതിപ്പോൾ ഈ ഒരു റൗണ്ടായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കട്ടർ ഉണ്ടെങ്കിൽ കട്ടർ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഒരു വലിയ ഇതായിട്ട് പരത്തി എടുത്തിട്ട് 4 പീസാണ് എടുത്തിട്ടുള്ളത്. 4 റൗണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ മസാല വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിപ്പോൾ ബോൾസായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് റൗണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിപ്പോൾ ബോൾസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ തന്നെ തയ്യാറാക്കി എടുക്കാം. ഫസ്റ്റ് ട്രിപ്പ് 4 എണ്ണമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ബാക്കിയും ഇതേപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാം. അതിനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊന്ന് ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇരുമ്പിൻ്റെ ചട്ടിയാണെങ്കിൽ എണ്ണയില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി എല്ലാത്തിലും ഓയിൽ നന്നായിട്ട് കോക്കനട്ട് ഓയിലാണ് ഗ്രീസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ടെടുക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലും ഒന്ന് കോക്കനട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് മൂടി തുറന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ആ സൈഡ് ഒന്ന് കുക്കായിട്ടുണ്ടാകും. ഇങ്ങനെ തന്നെ നമുക്ക് ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടുകയാണ് വേണ്ടത്. ഉൾവശമൊക്കെ കുക്ക്ഡ് ആയിട്ടുള്ള മസാലയാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫില്ലിംഗ് ഒക്കെ കുക്ക്ഡാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
ഇപ്പോൾ നന്നായിട്ട് ഓരോന്നായിട്ട് നടുക്ക് വശത്തുള്ളത് പെട്ടെന്ന് തന്നെ ചൂടാകുന്നത് കൊണ്ട് അത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി കുക്കായത് നമുക്ക് മാറ്റി വെച്ചിട്ട് തിരിച്ചിട്ട് മറിച്ചിട്ട് വിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരുന്നത് വരെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതിപ്പം എല്ലാ സൈഡും കുക്കായി കിട്ടിയാൽ മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വെച്ചാൽ മതി. എന്നാൽ പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. പിന്നെ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഞാനിതിപ്പോൾ എണ്ണ അധികം വേണ്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എണ്ണയിൽ നന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കുകയും ചെയ്യാം. അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. എണ്ണ അധികം യൂസ് ചെയ്യാതെ അവർക്ക് ഇങ്ങനെയും തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയും ക്രിസ്പിയും, പുറമെ നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫീലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. പിന്നെ എണ്ണയൊന്നും വേണ്ട എന്നുള്ളവർക്ക് ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയും ചെയ്യാം. ഇങ്ങനെ തയ്യാറാക്കിയാൽ ഏത് പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കുകയും ചെയ്യാം. കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും നമുക്കിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.